ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഒരു ഹൈപ്പും ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം കേട്ടോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും സച്ചിയും കൂടെ സുധീനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. നമ്മുടെ ആന്റണിയും ശ്രുതിയുമായിട്ട് ബന്ധമുണ്ടെന്നും ആന്റണിയുടെ കയ്യിൽ നിന്ന് കുറെ പൈസ മേടിച്ചിട്ടുണ്ടെന്നും ശ്രീകാന്ത് നമ്മുടെ സുധിയോട് ഇത് പറഞ്ഞു. ആരാണിത് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചിയേട്ടനാ പറഞ്ഞതെന്ന് പറഞ്ഞു. സച്ചിയോട് ഓഹോ, അപ്പൊ നീ ചുമ്മാ നുണയുണ്ടാക്കി പറഞ്ഞുകൊണ്ട് നടക്കാടല്ലേടാ, അല്ലെങ്കിൽ ഇവന് കുശുമ്പു അസൂയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ സച്ചിയുടെ അടുത്തേക്ക് എന്നപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ദേ എന്റെ പൊന്ന് ഏട്ടാ, ഇത് നുണയുണ്ടാക്കി പറഞ്ഞൊന്നുമല്ല, ഇത് സത്യമായ കാര്യം തന്നെയെന്ന് പറഞ്ഞപ്പോ എങ്കിൽ പിന്നെ ആരാ ഇത് പറഞ്ഞത്? അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, വേറെ ആരും അല്ല, അതേ രേവതി ചേച്ചിയുടെ അനിയൻ ശരത്തില്ലേ, അവിടെ അക്കൗണ്ടറായിട്ട് കുറച്ചു നാള് ജോലി നോക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പം അവൻ കണ്ടതാന്ന്. ഇത് കേട്ടതും നമ്മുടെ സുധി ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറയാണ്, അങ്ങനെ പെട്ടെന്ന് ഷോക്കായ പോലെ ഒന്നും കാണിക്കാൻ പാടില്ലല്ലോ. അപ്പോഴത്തേക്കും അത് പിന്നെ അവനെ ഞങ്ങളോട് ദേഷ്യമുണ്ട് അവനവന്, അതുകൊണ്ട് മാത്രം അവൻ അങ്ങനെ പറഞ്ഞത്. ഏയ് അതുകൊണ്ടൊന്നും അല്ല, 2-3 തവണ പൈസ മേടിക്കുന്നത് ശരത്ത് കണ്ടതാ. കണ്ടോ ശ്രീകാന്ത, ഇവൻ പോലും അറിഞ്ഞിട്ടില്ല അവള് കടം മേടിച്ചത്. അപ്പം നിന്നോട് പോലും പറയാതെയല്ലേ മേടിച്ചത്. കോടീശ്വരിയാണ്, വലിയ വീട്ടിലെ പെണ്ണാണ്, എന്നിട്ട് എന്തിനാടാ അവൾ ആഞ്ജനിയെ പോലെ ഒരുത്തന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസ മേടിച്ചത്? അവള് വലിയ വീട്ടിലെ പെണ്ണാണോ കോടീശ്വരിയാണോ എന്നൊക്കെ നീ ഒന്ന് അന്വേഷിച്ച് നോക്ക. പിന്നെ അതിലൊന്നും എനിക്കൊരു സംശയമില്ല. എത്ര പണക്കാരാണെങ്കിലും ചില സമയത്തൊക്കെ ക്യാഷിന് ബുദ്ധിമുട്ടൊക്കെ വരും, അപ്പം കടം മേടിച്ചെന്നൊക്കെ ഇരിക്കും. അതൊക്കെ ശരിയാടാ, ബുദ്ധിമുട്ട് വന്നാലേ ആരോട് കാശ് കടം മേടിക്കാം, ആരോട് മേടിച്ചുകൂടാന്നൊക്കെ പണക്കാർക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലെ ഒരുത്തന്റെ കയ്യിൽ നിന്ന് സാധാരണ പാവപ്പെട്ടവർ മാത്രമേ ക്യാഷ് മേടിക്കത്തുള്ളൂ, പണക്കാർ ഒന്നും ക്യാഷ് മേടിക്കത്തില്ല, ഗതി കെട്ടവര്. ഏയ് അങ്ങനെയൊന്നുമില്ല, വെറുതെ നീ അതും ഇതും പറഞ്ഞ് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ. അയ്യോ സുധി, നീ പോകരുതേ, ഞാൻ പറയുന്നത് കേൾക്കുന്ന സച്ചി പറഞ്ഞപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, നീ നിന്റെ പണി നോക്കിപ്പോ, ഞാൻ പോവുക, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടുത്ത് പോകുന്നു പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഇതൊക്കെ അറിഞ്ഞിട്ടും സുധിയേട്ടനൊരു കുലുക്കവും ഇല്ലല്ലോ. അനുഭവിച്ചേ അറിയൂ, പാർലർ ഏട്ടത്തിയോട് ഈ കാര്യം ചോദിച്ചാലേ നല്ല അടി കിട്ടും, അടി പേടിച്ചിട്ട് ചോദിക്കാത്തതാ. അപ്പം ശ്രുതിയേട്ടൻ അറിയാതെ ശ്രുതിയെടുത്ത് കടം മേടിച്ചിട്ടുണ്ട് അല്ലെ? പലതും ചെയ്തിട്ടുണ്ട്. ഈ വാരികയില് തുടർക്കഥയിലൊക്കെ ആഴ്ചയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകത്തില്ലേ, അതുപോലെ പാർലറേട്ടത്തിയെ കുറിച്ച് ഓരോ വിഷയങ്ങളും പുറത്തു വന്നുകൊണ്ടേയിരിക്കും. നീ കണ്ടോടാ ശ്രീകാന്ത്, അവൾ ആരാ സാധനം എന്നറിയാമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയും അകത്ത് കയറി പോയിട്ടോ. ഏതായാലും സുധിയുടെ മനസ്സിൽ വലിയൊരു ഷോക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടെ മുമ്പില് സുധി തട്ടിത്തടഞ്ഞങ്ങ് നിന്നതാണ് കേട്ടോ. നമ്മുടെ ശ്രുതിനെ അങ്ങോട്ട് മുഷിപ്പിക്കാതെ, അങ്ങനെ ഭാര്യനെ കുറിച്ച് പറയാതെ അങ്ങനെ നിന്നതാണ്. പക്ഷെ നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ അത് കയറി പറ്റിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി ഇനി എന്ത് ചെയ്യണം, എന്ത് നുണയുണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി ഇതൊക്കെ കേട്ട് തലയിൽ വെച്ചുകൊണ്ട് കയറി വരുന്നത്. അപ്പൊ ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ശ്രുതി ഇങ്ങനെ ഇരുന്നത് ഇതൊന്നും പറയാതെ ഒരു സമാധാനമില്ല നമ്മുടെ ശ്രുതിക്ക്. അപ്പൊ ശ്രുതി കയറി വന്നിട്ട് ഇങ്ങനെ നിന്ന് കുറച്ചേരം ആലോചിച്ചിട്ട് കണ്ണു അടച്ച് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയോട് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ശ്രുതി, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഏയ് ഞാൻ ചുമ്മാ ഇരുന്നതാ. അതെന്താ റെഡിയാകാതെ നിൽക്കുന്നത്? ഇന്ന് ഷോറൂമിൽ പോണ്ടേ? അത് പിന്നെ എനിക്കൊരു കാര്യം അറിയാനുണ്ട് ശ്രുതി. എന്ത് കാര്യം അറിയാനുള്ളത്? നീ വലിയ വീട്ടിൽ നിന്നാണ് വരുന്നത്, നിന്റെ അച്ഛൻ മലേഷ്യയിലെ വലിയ കോടീശ്വരനാണെന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ ശ്രുതി? ഇത് കേട്ടത് നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടി കേട്ടോ. ആകപ്പാടെ വിളറി വെളുത്ത് എണീറ്റു, പെട്ടെന്ന് അങ്ങോട്ട് എണീറ്റു അവിടെ ഇരുന്ന സ്ഥലത്ത് നിന്ന്. അപ്പൊ നമ്മുടെ ശ്രുതി ചോദിച്ചു, പറ ശ്രുതി പറ. അത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം എന്താ? ചോദിക്കാൻ കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്ത് കാരണമെന്ന് വെച്ചാല് അത് പറ ശ്രുതി. ശ്രുതിയോട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞോ? ഞാൻ ചോദിക്കാൻ കാരണം വേറെ ആരുമല്ല, സച്ചി തന്നെയാ. സച്ചിയോ? സച്ചി കാരണം എന്താ ചോദിക്കാൻ കാരണം? നീ കോടീശ്വരിയാണ്, വലിയ വീട്ടിലെ പെണ്ണാണ് എന്നൊക്കെ നീ പറഞ്ഞു. പക്ഷെ അവന് സംശയം ഉണ്ടായിരുന്നു ഇത് വെറും പച്ചക്കള്ളമാണെന്ന്. ഓ എനിക്കറിയാം, അവൻ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ എന്നോട് വന്ന് ഇതൊക്കെ വിശ്വസിച്ച് ചോദിച്ചാൽ എങ്ങനെയാ സുധിക്ക് തോന്നിയത്? അത് പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചതേ ഉള്ളൂ, നീ അത് വിട്ടേക്കെ. പക്ഷെ നീ ആന്റണിയുടെ അടുത്തുനിന്ന് ക്യാഷ് കടം മേടിച്ചിട്ടുണ്ടല്ലേ, അത് സത്യമാണോ? അത് പിന്നെ അതെങ്ങനെ ശ്രുതിക്കറിയാം? അതും സച്ചി തന്നെ പറഞ്ഞ എനിക്ക് മനസ്സിലായത്. ആ രേവതിയുടെ അനിയൻ ആന്റണിയുടെ കൂടെ ഉണ്ടായിരുന്ന ആണല്ലോ. അവൻ കണക്കൊക്കെയല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അവൻ രേവതിയോട് പറഞ്ഞതാണെന്നാ പറഞ്ഞത്. അപ്പൊ ഇത് കേട്ടത് നമ്മുടെ ശ്രുതിയുടെ പകുതി ജീവൻ പോയിട്ടോ. അയ്യോ, അവൻ ആന്റണിയുടെ കൂടെ ഉള്ളത് ഞാൻ ആലോചിക്കാതെ പോയി.
അപ്പൊ അവൻ എന്നെ പലതവണ കണ്ടിട്ടുണ്ട് അല്ലേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സുധി ചോദിച്ചു, എന്ത് പറ്റി, നീ എന്താ ചിന്തിക്കുന്നത്? നിനക്ക് അറിയത്തില്ലേ അവനൊരു റൗഡിയാണെന്ന്? പിന്നെ എന്തിനാ നീ അവന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചത്? എന്നോട് ക്യാഷ് മേടിച്ച കാര്യം പറഞ്ഞതുമില്ല. ഓ എന്റെ പൊന്നു സുധി, അവർ റൗഡി ഒന്നും അല്ല. സുധിയുടെ അനിയനേക്കാൾ വലിയൊരു റൗഡി ഈ നാട്ടിലുണ്ടാവത്തില്ല. സച്ചി ആന്റിനും തമ്മിൽ ഭയങ്കര ഉടക്ക. അതുകൊണ്ടാണ് സച്ചി ആന്റിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കാനുള്ള ബോധം സുധിക്ക് ഇല്ലേ സുധി? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അത് പിന്നെ ശരിയാണല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, രേവതി സച്ചിയോട് നുണ പറഞ്ഞതാ. അവരത് വന്ന് ശ്രുതിയോടും പറഞ്ഞു, അത് ശ്രുതി എന്നോടും പറഞ്ഞു. നാണമുണ്ടോ? നമ്മൾ തമ്മിൽ വഴക്കടിച്ച് തെറ്റണം ശ്രുതി, അതിനുവേണ്ടി അവരിങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്നാലും നീ എന്തിനാ പോയി അവന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചത്? അത് മാത്രമല്ല, കടം മേടിച്ച കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറയത്തില്ലായിരുന്നോ? അത് പിന്നെ നോക്കൂ ശ്രുതി, നമ്മുടെ മാരേജിന് മുമ്പ് ഞാൻ ആരോടും കടം മേടിച്ചിട്ടില്ല. മാരേജ് കഴിഞ്ഞിട്ടാ കടമൊക്കെ മേടിച്ചത്. മാരേജിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ശ്രുതിയോട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണോ? നമ്മുടെ ചെലവിന് വേണ്ടിയായിരുന്നു. ശ്രുതിക്കൊരു ജോലി ഉണ്ടായിരുന്നോ? ശ്രുതി കുറെ കാലം ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കല്ലായിരുന്നോ? പിന്നെ പാർലറിൽ നിന്നുള്ള വരുമാനം തീരെ കുറവായിരുന്നല്ലോ. നമ്മുടെ ചെലവ് നടത്തണ്ടേ ശ്രുതി? പിന്നെ വീട്ടിലെ ക്യാഷ് കൊടുക്കണ്ടേ? അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കടം മേടിച്ചത്. ഇപ്പം അതും ഒരു തെറ്റായോ? അതും ഇപ്പൊ എന്റെ തലയിൽ കൊണ്ട് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പെട്ടെന്ന് എണീറ്റു കേട്ടോ. ശ്രുതി കുറ്റക്കാരനായി ആയ പോലെ ആയിപ്പോയി. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ ശ്രുതി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. നിന്നെ കുറിച്ച് മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല മോളെ, അതുകൊണ്ടല്ലേ. ഒരു കാര്യം ചെയ്യാം, നീ ആരിൽ നിന്നൊക്കെ കടം മേടിച്ചിട്ടുള്ളത്, നീ അതിന്റെ ഒരു ലിസ്റ്റ് എനിക്ക് താ. ഓ അപ്പൊ ലിസ്റ്റ് വേണം അല്ലേ? തരാം, ലിസ്റ്റ് തരാം. ആ കടങ്ങളൊക്കെ പെട്ടെന്ന് അടച്ചു തീർക്കൂലേ ലിസ്റ്റ് തന്നാല്? ഞാനോ? എന്താ സൈലന്റ് ആയി പോയത്? എന്താ നാക്കിറങ്ങിപ്പോയോ? എന്റെ അച്ഛൻ കോടീശ്വരൻ ആണെന്നുള്ളത് വേറെ കാര്യം. അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈ നീട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കടമൊക്കെ മേടിച്ചത്. നമുക്ക് വേണ്ടിയാ മേടിച്ചതിന്റെ പൊന്നു സ്തുതി, അതൊന്ന് മനസ്സിലാക്കാം. എന്റെ അച്ഛന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് കടം മേടിക്കേണ്ട ഒരു ആവശ്യവും വന്നിട്ടില്ല. ശ്രുതി കെട്ടിയതോടെ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത് ശ്രുതി കാരണം ഞാൻ ഈ കടമൊക്കെ മേടിച്ചത്. അത് പിന്നെ ശ്രുതി, നീ ഇങ്ങനെയൊക്കെ ദേ എന്റെ പൊന്നു ശ്രുതി, എന്റെ മുമ്പിൽ നിന്ന് പോ. ശ്രുതിയുടെ ജോലി ചെയ്യാൻ നോക്കാം. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എന്നോട് ചോദിക്കാൻ വന്നേക്ക, നാണം ഇല്ലാതെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യം വന്ന് അവിടെ നിന്ന് എണീറ്റ് പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിച്ചേ ചോദിക്കണ്ടായിരുന്നു, ചമ്മി നാറിപ്പോയല്ലോ. അവക്ക് വിഷമമായി കാണുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, രാത്രി ഇങ്ങനെ നമ്മുടെ സച്ചി എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടാം. അപ്പൊ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് നമ്മുടെ രേവതി വന്നിട്ട്, ഇന്ന് സച്ചിയുടെ പാല് കുടിക്കാൻ പറഞ്ഞു. പാല് കുടിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ സച്ചിക്ക്. ഏതായാലും സച്ചിയുടെ അടുത്തേക്ക് വന്ന് രേവതി വന്നങ്ങിരുന്നു. അപ്പോഴേക്കും സച്ചി ചോദിച്ചാലും, ഞാൻ പറഞ്ഞതുപോലെ പാർലറേട്ടത്തിയോട് നീ സംസാരിച്ചോ? ആന്റണിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് കടം മേടിച്ച കാര്യം നീ അറിഞ്ഞെന്ന് പറഞ്ഞോ? അപ്പൊ അവൾ എന്തു പറഞ്ഞു? കള്ളമാണെന്ന് പറഞ്ഞു കാണൂലേ? അത് പിന്നെ ആന്റണിയോട് കടം മേടിച്ച കാര്യം നീ എങ്ങനെ അറിഞ്ഞു എന്ന് അവൾ എന്നോട് ചോദിച്ചു. ആഹാ, അപ്പൊ അവള് കടം മേടിച്ചിട്ടുണ്ട്. ശരത്ത് പറഞ്ഞത് സത്യം, രേവതി കടം മേടിച്ചിട്ടുണ്ട്. അല്ല, അവൾ എന്നിട്ട് വേറെ എന്താ പറഞ്ഞത്? വേറെ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാല്, എന്റെ പൊന്ന് രേവതി ഒന്ന് പറ. ആന്റണി ആയിരിക്കും ശരത്തിന്റെ വീഡിയോ റിലീസ് ചെയ്തതെന്ന് നീ അവളോട് പറഞ്ഞപ്പം അവൾ എന്താ പറഞ്ഞത്? അവളുടെ പ്രതികരണം എന്തായിരുന്നു? അത് പിന്നെ ഞാനത് പറഞ്ഞു. അപ്പം അവളുടെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടായി, ഒരു ചെറിയ പേടിയുള്ളത് പോലെ വീർത്തു നിന്നങ്ങോട്ട് വിളറി. ആകെപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവള്. ഓ, ആന്റണിയാണ് വീഡിയോ റിലീസ് ചെയ്തത് എന്ന് പറഞ്ഞപ്പം എന്തിനാ പാർലറെടുത്തി ഭയക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാക്കാത്തത് സച്ചേട്ടാ. എന്തിനായിരിക്കും ഭയക്കുന്നത്? എന്തിനാ ഇങ്ങനെ വിയർക്കുന്നതെന്ന് വർഷ ചോദിച്ചപ്പം ചൂട് കാരണോ, ഭയങ്കര ചൂട് അതുകൊണ്ടാണെന്ന്. ഓ പിന്നെ എന്ത് ചൂട്? ഇപ്പൊ എന്ത് ചൂടാ ഉള്ളത്? അവക്ക് മാത്രമാണല്ലോ ഇവിടെ ചൂട്. ഇവിടെ ഫാനും എ സി ഒക്കെ ഉണ്ടല്ലോ. ഇത് ചൂട് കാരണമൊന്നും അല്ല വേർത്തത്. അതൊന്നും എനിക്കറിയത്തില്ല സച്ചേട്ടാ. എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. പാർലലെടുത്തി ആന്റണിയുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കടം മേടിച്ചതും എന്റെ ഫോണിൽ നിന്ന് വീഡിയോ പുറത്തു വിട്ടതും ഇപ്പം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പൗർയുടെ അടുത്ത് നിന്ന് വേർക്കുന്നതും ഇതിനൊക്കെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് രേവതി. എന്തോ ഒരു പന്തികേടും മണക്കുന്നുണ്ട്. അല്ല, എന്ത് പന്തികേട്? ശരിക്കും എന്താ നടന്നത്? അത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിച്ച് അത് വെളിയിൽ കൊണ്ടുവരണം. ആന്റണിയും പാർലറേട്ടയും ചുറ്റിപ്പറ്റി അന്വേഷിച്ചാൽ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ അതിനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. എന്റെ ഫോണിൽ മാത്രമാ വീഡിയോ ഉണ്ടായിരുന്നത്. എനിക്ക് വീഡിയോ തന്ന ഫ്രണ്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തായിരുന്നു. അപ്പൊ എന്റെ ഫോണിൽ നിന്ന് തന്നെ ആ വീഡിയോ പുറത്തു പോയത്. അത് ഉറപ്പായ കാര്യം. എന്റെ ഫോൺ അല്ലേലും ആന്റണിയുടെ കയ്യിൽ എങ്ങനെ എത്തി? അതാണിപ്പോ നമ്മൾ അറിയേണ്ടത്. എന്താ സച്ചേട്ടാ ഇത്? സച്ചേട്ടന് ആരെങ്കിലും സംശയം തോന്നുന്നുണ്ടോ സച്ചേട്ടാ? സംശയമുണ്ട്. വേറെ ആരെയാ സംശയം? വേറെ ആരെയല്ല, പാർലറേട്ടത്തിനെ. പക്ഷെ തെളിവ് വേണം. തെളിവുണ്ടെങ്കിലേ കാര്യമുള്ളൂ.
ആറ്റിനെ പിടിച്ചിട്ടാണ്ടെണ്ണ പൊട്ടിച്ചാലും മിക്കവാറും അവനെല്ലാം പറയും. ആ പിന്നെ തൽക്കാലം ഇപ്പൊ പൊട്ടിക്കാനൊന്നും നിൽക്കണ്ട, എന്റെ പൊന്നു സച്ചിയുടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, തൽക്കാലം ഇപ്പൊ ഇതൊന്നും വേണ്ട. ഏതായാലും ഇതിന്റെ പുറകെ തന്നെ ഉണ്ട് രേവതി. വീഡിയോ പുറത്തു വിട്ടവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, കാരണം അത്രമാത്രം ശരത്ത് അവിടെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അടങ്ങിയിരിക്കില്ല. അല്ല സച്ചേട്ടാ, ഇതിനിടയിൽ അച്ഛൻ പറഞ്ഞൊക്കെ സച്ചേട്ടൻ മറന്നോ? സച്ചേട്ടന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് ആ 30 ലക്ഷം രൂപ അടിച്ചു മറ്റേ വിശ്വനാഥനെ കണ്ടെത്തി അങ്ങേരുടെ കയ്യിൽ നിന്ന് ക്യാഷ് തിരിച്ചു മേടിച്ചു കൊടുക്കണ്ടേ നമുക്ക്? അത് ഞാൻ മറന്നിട്ടൊന്നും ഇല്ല രേവതി, അച്ഛൻ പറഞ്ഞതല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെയ്യണം. എന്നിട്ട് സച്ചേട്ടനൊന്നും ചെയ്യുന്നില്ലല്ലോ. ചെയ്യണം. പിന്നെ കുറച്ച് അന്വേഷണമൊക്കെ ഞാൻ നടത്തുന്നുണ്ട്. ഒരു പ്ലാൻ ഉണ്ട് എന്റെ കയ്യില്. എന്ത് പ്ലാന്? വിശ്വനാഥനെ കാണാൻ ഒരു സീരിയൽ നടൻ പോകാറുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ നടൻ വിശ്വനാഥന്റെ അടുത്ത ആളാണെന്നാ തോന്നുന്നത്. ആ ആളെ ആ ആളുടെ വീട്ടിൽ നമുക്ക് പോകാം, ആ നടന്റെ വീട്ടില്. അല്ല എന്നിട്ട് എന്നിട്ട് എന്ത് വേണമെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം എന്നൊക്കെ പറയാണ്. ഏതായാലും ഈ സമയത്ത് പാലൊക്കെ കുടിച്ചു നമ്മുടെ സച്ചി. പാല് കുടിച്ചിട്ട് പറഞ്ഞു, നീ ഇത് കുടിക്കാൻ പറഞ്ഞിട്ട് ഇച്ചിരി പാല് കൊടുത്തപ്പോഴത്തേക്ക്, ഏയ് എനിക്ക് വേണ്ട, ഞാൻ സച്ചേട്ടന് കൊണ്ടുവന്നതല്ലേ. ഏയ് രേവതി, ഞാൻ പാതി നീ പാതി എന്നല്ലേ, ആദ്യ രാത്രിക്കൊക്കെ ഇങ്ങനെയല്ലേ കുടിക്കുന്നത്, നീ അങ്ങോട്ട് കുടിക്ക്, കുറച്ച് കുടിച്ചിട്ട് ഇങ്ങ് താ. അതിനെ നമ്മുടെ ആദ്യ രാത്രിയിൽ സച്ചേട്ടൻ പാലാണോ കുടിച്ചത്? സച്ചേട്ടൻ കുടിച്ചത് എനിക്ക് കുടിക്കാൻ പറ്റുമായിരുന്നോ? അയ്യോ, അതപ്പൊ അങ്ങനെയായി പോയിന്നേ. ആദ്യ രാത്രിയെ കുറിച്ചൊന്നും സച്ചേട്ടൻ പറയാതിരിക്കുന്ന നല്ലത്. അന്നത് നടന്നില്ലെങ്കിൽ ഇപ്പൊ എന്താ, ഇപ്പൊ നടത്തിയാലും പോരെ. ഇന്ന് നമ്മുടെ ആദ്യ രാത്രി എന്ന് കരുതിയാ മതി. ഒരു കാര്യം ചെയ്യ, ഇതും കുടിക്ക്. അയ്യേ, എന്താ സച്ചേട്ടൻ പറയുന്നത്? അല്ല, പാല് കുടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ആദ്യ രാത്രിയാണെന്ന് വിചാരിച്ച് നമുക്ക് ഈ പാല് കുടിക്കാലോ. വേറൊന്നും വേണ്ട. വേറെന്ത് വേറെന്ത് വേറെന്ത്? ഏയ് വേറെന്ത്, മിണ്ടാതിരിക്കെ. നീ ഇപ്പൊ പാല് കുടിച്ച രേവതി? കുടിക്കാം കുടിക്കാം, കുറെ പാല് കുടിപ്പിക്കും. അതെ, നമുക്ക് അകത്ത് ചെന്നിട്ട് കുടിച്ചാ പോരെ, ഈ വെളിയിലിരുന്ന് കുടിക്കണോ? വെറുതെ ഇവിടെ ഇരുന്ന് ഈ മഞ്ഞ് കൊള്ളേണ്ട കാര്യമുണ്ടോ സച്ചേട്ടാ? ഭാഗത്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാ. സച്ചിയുടെ മനസ്സിൽ ലഡു പൊട്ടി, അകത്ത് പോയിരുന്ന് കുടിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏതായാലും നമ്മുടെ സച്ചി അകത്തേക്ക് ചെന്ന് പാല് കുടിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ സച്ചി രവതി പാലൊക്കെ കുടിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ രാവിലെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് തുടങ്ങി വിശപ്പ്. അയ്യോ, എനിക്ക് വിശക്കുന്നേ, എന്റെ വയറ് കത്തുന്നേ, ഈ നശിച്ചവളെ എവിടെ പോയി കിടക്കുക. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, എപ്പോഴും നിനക്ക് ഈ വിശപ്പ് മാത്രമേ ഉള്ളോ? നീ വല്ല ഡോക്ടറിനെയും കൊണ്ടുപോയി കാണിക്കാൻ നോക്കും. വെട്ടി വിഴുങ്ങാനും തമ്മി തല്ലിക്കാൻ വേണ്ടി മാത്രമല്ലേ നീ വാ തുറക്കുന്നത്? നിങ്ങൾക്ക് വിശപ്പിന്റെ വേദന മനസ്സിലാകാത്തത് കൊണ്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തന്നാ പോരെ ആന്റി? അയ്യോ വേണ്ടേ, എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ടേ എന്ന് പറഞ്ഞു. ഉണ്ടാക്കി തന്നാൽ ചളവാകും, കുളവാകും. ഏതായാലും ഈ സമയത്താണ് രേവതി സച്ചി വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നാട് മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ട് വരുന്നുണ്ടല്ലോ. നാട് ചുറ്റാനൊന്നും പോയതല്ല, ഞാൻ പൂ വിൽക്കാൻ വേണ്ടി പോയതാ. ഓ, നാട് ചുറ്റി നടന്നാ മതിയല്ലോ, വെക്കൊന്നും വേണ്ടല്ലോ. നിങ്ങൾ രണ്ടും പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും, ഞങ്ങൾക്കൊന്നും കഴിക്കണ്ടല്ലോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി, ഇപ്പൊ വലിയ ബിസിനസ്സുകാരിയല്ലേ, അതായിരിക്കും അടുക്കള കയറാത്തത്. അപ്പൊ ഞങ്ങൾ ഇവിടെ പട്ടിണി കിടക്കണമെന്നാണോ? പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കിയ. അപ്പൊ രേവതിയല്ല, സച്ചി പറഞ്ഞു, ഇതാണ് പറയുന്നത്, നിന്റെ കെട്ടോളോട് പോയി ഉണ്ടാക്കാൻ പറയടാ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, എന്റെ പൊന്നു സച്ചിട്ടാ, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അയ്യോ, അവള് കയറി പോകുന്ന പോക്ക് കണ്ടോ? ഇനി എപ്പോഴാ ഭക്ഷണം കിട്ടുന്നത്? അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് വയറുവേദന എടുക്കുന്നേ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ അടുക്കളയിൽ പോയി എന്തെങ്കിലും എടുത്ത് കഴിക്കുക, എന്റെ പൊന്നു ചന്ദ്രൻ, നീ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കരുത്. അപ്പൊ ശ്രുതി പറഞ്ഞു, അയ്യോ, എന്തൊരു കത്തലായത്, എനിക്കും വിശക്കുവാ, കഷ്ടമുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 2 പാത്രം എടുത്തുകൊണ്ട് വരുന്നത്. ഞാൻ രാവിലെ പോകുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് മാറി കേട്ടോ. ചന്ദ്ര അപ്പോഴത്തേക്കും ഒരു എന്താ പറയാ, വിശപ്പൊക്കെ അങ്ങോട്ടൊക്കെ ഇട്ടടങ്ങിയ പോലെ. രവീന്ദ്രൻ പറഞ്ഞു, ഒന്ന് അടുക്കളയിൽ പോയി നോക്കത്തില്ലേ, അവൾ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോയത്. അപ്പൊ സച്ചു പറഞ്ഞു, എന്റെ പൊന്നച്ചാ, രേവതീനെ വഴക്ക് പറയാൻ ഒരു കാരണം വേണമല്ലോ, അതിനു വേണ്ടിയാ. ഏതായാലും ഇന്നത്തെ കോട്ട കഴിഞ്ഞു, ഇന്നത്തെ വഴക്ക് കിട്ടി. രാവിലെ തന്നെ ഭക്ഷണം കഴിക്കുക, അമ്മ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പം രവീന്ദ്രൻ ചോദിച്ചു, അല്ല ചന്ദ്രൻ, നീ കഴിക്കുന്നില്ലേ? അപ്പൊ വിശപ്പല്ലല്ലോ നിന്റെ കാരണം. രേവതി മോളെ കൊണ്ട് എങ്ങനെയെങ്കിലും പണിയെടുപ്പിക്കണം, അതാണിപ്പം നിനക്ക് വേണ്ടത്. എങ്ങനെ തോന്നുന്നടി. അല്ല, കണ്ണി കാണാതായാൽ എന്തെങ്കിലും ചോദിച്ചോണ്ടൊക്കെ വരും, സ്ഥിരം ഉള്ളതല്ലേ അത്. ആ പെങ്കൊച്ചിനൊരു സമാധാനം കൊടുക്കില്ലല്ലോ. അപ്പൊ രേവതി പറഞ്ഞു, അമ്മ പറഞ്ഞോട്ടെ അച്ഛാ, അമ്മയ്ക്കും ഒരു സന്തോഷമൊക്കെ വേണ്ടേ, അമ്മയ്ക്ക് എന്നെ പറയുന്നത് സന്തോഷമാണെങ്കിൽ പറയട്ടെ. അപ്പൊ സച്ചി പറഞ്ഞു, അച്ഛാ, അമ്മ പറയുന്ന പോലെ രേവതി നാട് ചുറ്റാനൊന്നും പോയതല്ല, ഈ മണ്ടനും മണ്ടി കൂടെ ഒരുത്തന്റെ വയലിൽ ക്യാഷ് കൊണ്ടിട്ടില്ലേ, അവനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോയതാണ്. ഇത് കേട്ടതും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, കേട്ടല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ. എന്നിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ മോനെ? ആ വിശ്വനാഥനെ കാണാൻ വേണ്ടി ഒരു സീരിയൽ നടൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെന്ന് ഒരാൾ നടന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചു, ഏത് സീരിയല്?
ആ സീരിയൽ തന്നെ കാണാൻ നിനക്ക് ഇപ്പൊ പോണോ? സെൽഫി എടുക്കാനായിരിക്കും അല്ലെ? ഏയ് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആ അത് പിന്നെ അച്ഛാ, ഞങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ചു. വിശ്വനാഥന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളായിരുന്നു. അങ്ങനെയാണെങ്കിലേ അവനെ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, സുധി നിന്റെ അടുത്ത് ഫോട്ടോ വല്ലതും ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, ഫോട്ടോയോ? ഫോട്ടോയൊക്കെ ഫോട്ടോയൊക്കെ എടാ ഇത്രയും ലക്ഷം കൊണ്ട് കൊടുത്താലോ ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ സുധിയോട് ചന്ദ്രൻ ചോദിച്ചു, നീ അവന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? ഓ എന്ത് പാടാ ഇത്, ഒരു ഫോട്ടോ പോലും നിന്റെ കയ്യിലില്ലേ? അത് പിന്നെ ഫോട്ടോ ഇല്ല അമ്മേ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതെ സച്ചിയേട്ടാ, ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടല്ലേ അഡ്വാൻസ് കൊടുത്തത് അവർക്ക്? എന്നാ പിന്നെ ആ CCTV ഉണ്ടല്ലോ അവിടെ, ആ CCTV പോയി നമുക്ക് ഫുട്ടേജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെ കിട്ടത്തില്ലേ? അപ്പം സച്ചിൻ പറഞ്ഞു, അത് ശരിയാണല്ലോ, കൊള്ളാം രേവതി, നീ കൊള്ളാം, തകർത്തു. CIയുടെ ബുദ്ധി എങ്ങനെയുണ്ട് അച്ഛാ? അപ്പോഴത്തേക്ക് രവീന്ദ്രൻ അടിപൊളിയാണെന്ന്. ചന്ദ്രയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നു പിടിക്കുന്നു ഇല്ല കേട്ടോ. നമ്മുടെ രേവതി നോക്കിയപ്പോഴത്തേക്ക് ചന്ദ്രയുടെ മുഖം വീർത്തിരിപ്പുണ്ട്. അപ്പൊ ചന്ദ്രയ്ക്ക് പിടിക്കുന്നില്ല എന്ന് രേവതിക്ക് മനസ്സിലായി. ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു, ഞാൻ ചെന്ന് ക്ഷേത്രത്തിലെ അവിടുത്തെ മാനേജരോട് ചോദിക്കാം, അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് തരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, വേണ്ട, ഞങ്ങള് തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. ഭയന്ന നിങ്ങൾ കണ്ടെത്തിക്കോളാം എന്ന് പറയുന്നതെന്ന് രേവതി ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഞങ്ങളുടെ പണമല്ലേ കാണാതെ പോയി, ഞങ്ങൾ തന്നെ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞപ്പോ, ഓഹോ എന്നാ പിന്നെ നേരത്തെ ഇങ്ങനെ പറയത്തില്ലായിരുന്നോ? അപ്പൊ ഞങ്ങള് ഇങ്ങനെ പോയി അന്വേഷിക്കുമായിരുന്നു, ഞങ്ങളുടെ ടൈം വേസ്റ്റ് ആവുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാണല്ലോ. അതെ എന്റെ ശ്രുതി, നീ ഒന്നും പോയാൽ ശരിയാവത്തില്ല, സച്ചി രേവതിയും കൂടെ ചെന്ന് ശരിയാക്കിയാൽ മതി. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, വേണ്ട വേണ്ട അച്ഛാ, ദേ നിന്നെ കൊണ്ട് കഴിയാത്തത് എന്നെ കൊണ്ട് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും കൂടെ ഞങ്ങളെ കുത്തി പരിഹസിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും. എന്തിനാ ഞങ്ങൾ അതൊക്കെ കേൾക്കുന്നത്? ഞങ്ങൾ അത് അന്വേഷിച്ച് കണ്ടെത്തിക്കോളാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ശ്രുതി പറഞ്ഞതാ കറക്റ്റ്, ഇവരങ്ങനെ പലതും പറയും, നിങ്ങൾ അന്വേഷിക്കട്ടെ, നിങ്ങൾ ഈ അന്വേഷണം നിർത്ത്, ശ്രുതിയും കൂടി കണ്ടുപിടിച്ചോളൂ, ക്ഷേത്ര കമ്മിറ്റിയിൽ പോയി ചോദിച്ചോളും, CCTV ദൃശ്യങ്ങളൊക്കെ എടുത്തോളും, നിങ്ങൾ പെടാപ്പാട് വരണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി രേവതി ഇനി നിങ്ങൾ അന്വേഷിക്കാനൊന്നും പോകണ്ട, ഇവര് കണ്ടെത്തുകയോ അന്വേഷിക്കുകയോ എന്ത് വേണേലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഇത് ഞങ്ങൾ ഇറങ്ങിയത്, അല്ലെങ്കിൽ പിന്നെ ഇതിന് ഒരിക്കലും ഇറങ്ങേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. ഇനിയിപ്പോ അവര് തന്നെ അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. അതാ സച്ചി നല്ലത്, അവര് തന്നെ അന്വേഷിക്കട്ടെ എന്ന്. ഇവരന്വേഷിക്കാൻ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ സമയത്ത് സച്ചി പറഞ്ഞു, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, അവന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചാൽ അപ്പ അച്ഛന്റെ കയ്യിൽ കൊടുത്തിരിക്കണം. നീ നീലിമയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചപ്പം ഇവളുടെ അച്ഛന് അയച്ച ക്യാഷാന്ന് പറഞ്ഞ് കള്ളക്കളി കളിച്ചല്ലോ, ആ കളി എങ്ങാനും പിന്നെ കളിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സച്ചി ആരാ എന്താണെന്ന് അറിയും. എന്റെ ഏട്ടൻ മാത്രമല്ല, പൗഡർ ഏടത്തിയും. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, അവൻ പറഞ്ഞത് കേട്ടല്ലോ, ക്യാഷ് കിട്ടിയാൽ എന്റെ കൈ കൊണ്ട് തരണം എന്ന്. ഇത് കേട്ടത് ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട്, ശ്രുതിയാണെങ്കിൽ നമ്മുടെ ശ്രുതിനെ വലിച്ചു തൂക്കിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, എടി നീ എന്തിനാടി പറഞ്ഞത് സച്ചി കണ്ടുപിടിക്കണ്ട എന്ന്? അങ്ങനെ കണ്ടുപിടിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് പിന്നെ ഞാൻ വേറെ ഒരാളെ ഏർപ്പാടാക്കും. വേറൊരാളെയോ? വേറൊരാളെ തന്നെ ഞാൻ ഏർപ്പാടാക്കും. അതാരെയാ? അതൊക്കെ ഞാൻ ശ്രുതിയോട് പറയാം, ഇപ്പൊ സച്ചി രേവതി അത് കണ്ടുപിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്ത് കയറി പോയിട്ടോ. അങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രേവതി പറയാണ്, വിശ്വനാഥനെ നിങ്ങൾ അന്വേഷിച്ചോ? ഇനി ഞങ്ങൾ അന്വേഷിക്കില്ല എന്നൊക്കെ സച്ചേട്ടൻ ചുമ്മാ പറയുന്നതല്ലേ, അന്വേഷിക്കണമെങ്കിൽ സച്ചേട്ടൻ അല്ലാതിരിക്കണം. ആഹാ, നിന്റെ കയ്യിൽ എന്റെ മനസ്സ് വായിക്കുന്ന യന്ത്രം വല്ലതും ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടെ സച്ചേട്ടൻ ഇതിന്റെ പുറകെ പോകും. അതെ, ഇപ്പൊ എന്റെ മനസ്സ് നിന്റെ കയ്യിലാണല്ലോ, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. വേണ്ടാത്ത ഏതെങ്കിലും ചിന്ത എന്റെ മനസ്സ് വരുമ്പോഴേ എനിക്ക് പേടിയാ, നീ അറിഞ്ഞാലോ. ഭാര്യ കുറച്ച് പേടിയൊക്കെ ഉള്ളത് നല്ലതൊക്കെ തന്നെയാ, അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവത്തില്ല. ദോഷമൊന്നും ഉണ്ടാവില്ല, എനിക്കറിയാം. അല്ല സച്ചേട്ടാ, ഇനി സച്ചേട്ടന്റെ അടുത്ത പ്ലാൻ എന്താ? നിന്റെ സ്വന്തം ക്ഷേത്രമല്ലേ, അവിടുത്തെ മാനേജറിനോട് ചോദിച്ചാൽ CCTVയുടെ ഫുട്ടേജ് നമുക്ക് കിട്ടും. അത് കൈ കിട്ടിയാ പിന്നെ വിശ്വനാഥനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കില്ലേ? അന്വേഷിക്കേണ്ടെന്ന് അച്ഛൻ നമ്മളോട് പറഞ്ഞതല്ലേ സച്ചേട്ടാ, പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോയ പ്രശ്നമാവില്ലേ സച്ചേട്ടാ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല രേവതി, അന്വേഷിക്കാതിരുന്നാലാണ് പ്രശ്നം. ആ കോപ്പറൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, മിക്കവാറും അവര് കണ്ടുപിടിക്കും. അവര് കണ്ടുപിടിച്ചാലും വീട്ടിൽ പറയത്തില്ല, ആ 30 ലക്ഷം രൂപ അച്ഛന് കിട്ടത്തുമില്ല. അവര് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് അവരെ കണ്ടുപിടിച്ച് ക്യാഷ് മേടിച്ചിരിക്കണം ദേവതയെ, എന്നാലേ കാര്യമുള്ളൂ. നീലിമ ക്യാഷ് കൊടുത്ത കാര്യം അവൻ വീട്ടിൽ പറഞ്ഞില്ലല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും ഇതും. അല്ല, അതിനുള്ള ശിക്ഷ ശ്രുതിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയല്ലോ, അതുകൊണ്ട് ഇനി അവൾ അത് ആവർത്തിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. ആര് പറഞ്ഞു? ആവർത്തിക്കും. നിങ്ങൾ അന്വേഷിക്കേണ്ട, ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പാർലർ അടുത്ത് പറഞ്ഞില്ലേ, അത് ചുമ്മാതൊന്നും അല്ല, ഇത് മനസ്സിൽ കണ്ടിട്ട് തന്നെയാ, പൈസ വെളി പോകാതിരിക്കാൻ വേണ്ടി തന്നെയാ.
ശരി ശരി. ഞാൻ എന്തായാലും നാളെ ക്ഷേത്രത്തിന്റെ മാച്ചേറ്റെ കണ്ട് CCTV വീഡിയോ മേടിക്കാം. മേടിക്കണം രേവതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സച്ചി. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്ന. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ.